താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. PV ഭവനം ഉദ്ഘാടിച്ചു. അറിഞ്ഞില്ലേ? ഓ, അങ്ങനെ PV എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഈ PV ഇപ്പോൾ SFOയ്ക്ക് മാത്രമേ മനസ്സിലാവൂ. അതവിടെ നിൽക്കട്ടെ. PV എന്ന് ഒളിഞ്ഞിരിക്കുന്ന മഹത് വ്യക്തിയെ നമുക്ക് പിന്നീട് വെളിവാക്കാം. എന്തുകൊണ്ടാണ് ഈ PV ഭവനം എന്ന് പറഞ്ഞതെന്നും അപ്പോൾ കൂടെ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഈ 9 നിലയിൽ കെട്ടിപ്പൊക്കിയ പട്ടണത്തിലെ CPM കെട്ടിടത്തിൻ്റെ കാര്യം കേട്ടോ. അതായത് പുതിയ AKG സെൻറ്റർ എന്ന് കട്ടനും പരിപ്പോടയും ദിനേശ് വീടിക്കാലവും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്റ്റാർ ലെവലിൽ തന്നെ ആവട്ടെ പാർട്ടീൻ്റെ ഛർദി. അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തന സജ്ജമാകുന്നത്. സെറ്റപ്പുകളൊക്കെ കൊള്ളാല്ലേ. സ്മിർനോഫ് വോഡ്കയും ശീതീകരിച്ച മുറികളും ഒക്കെ ഉണ്ടെങ്കിലേ പുതിയ കാലത്തെ ന്യൂജനൻ ഇൻകുലാബ് പൂത്ത് പുഷ്പിക്കൂ. ആയിക്കോട്ടെ ബ്രാ, ആയിക്കോട്ടെ. പക്ഷേ ആ പഴയ കാലത്തെ തഴമ്പ് ഇടയ്ക്കിടയ്ക്ക് തിരുമ്മി കോൾമേർ കൊള്ളുന്ന സഖാക്കൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് കേട്ടോ. ഒന്ന് ഓർക്കുന്നത് നന്നാ. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. 1900 മധ്യ കാലഘട്ടം. P. കൃഷ്ണപിള്ളയും AKGയും EMSും ഒക്കെ ചെറ്റപ്പുരയിലും ചെളിച്ചാലിലും പെരങ്ങി വളർത്തിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അറിയാലോ? ജന്മിത്വത്തിൻ്റെ ആർഭാടത്തിനും ഭൂഷകളുടെ അപ്രമാദിത്വത്തിനും ഘോരം പ്രസംഗിച്ച് പ്രവർത്തിച്ച ആ ഒരു പഴയ കാലം. സഖാവേ എന്ന വിളിക്ക് സഹോദര എന്ന അർത്ഥമുള്ള അന്തകാലം. മരച്ചുവട്ടിലും മാമലച്ചെരുവിലും സമ്മേളിച്ച് പാർട്ടി മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച കാലം. പട്ടിണി കിടന്നും അടിയാൻ്റെ കുടലിൽ കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയും ഒളിവിലിരുന്ന് പാർട്ടി വളർത്തിയ ആ പഴയ കാലം. ആ കാലമൊക്കെ പോയപ്പോക്കേ കഷ്ടം. അങ്ങനെ അവിലും ശർക്കരയും തിന്ന കാലത്ത് നിന്ന് പാടിയ ആ പഴയ പാട്ടോർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്നും വിപ്ലവ വീര്യമുണർത്താൻ പാർട്ടി സമ്മേളനങ്ങളിൽ കോളാമ്പിയിൽ തുറന്നുവിടുന്ന പാട്ട്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ. ഒരു മിനിറ്റ്. ഒന്ന് കോൾമയർ കൊള്ളട്ടെ ഞാൻ. ഇൻകുലാബ് സിന്ദാബാദ്. കൊള്ളാം, എവനാള് കൊള്ളാം. ഓ, പെരുവിരൽ മുതൽ നിറുകന്തല വരെ ഒരു വിസ്ഫോടന വിഘടന വിദ്യാ തരക്ക പ്രവാഹം തരിക്കണ്. അയ്യോ, എനിക്ക് മാത്രമേ ഈ കോൾമേർ ഉള്ളൂല്ലേ. പാവം, അവൻ വിജൃംഭിച്ചു പോയി. അപ്പോ ആ പഴയ വിപ്ലവ കുതിരയെ പിടിച്ച് ഇപ്പൊ കെട്ടിയിട്ടിരിക്കുക. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാമശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തി പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. ഇപ്പോ ഒരു ഉത്സാഹവും ഇല്ല, ഉന്മേഷവും ഇല്ല, കുൽസിതം മാത്രം. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഈ നമ്മളെ വയലാറിനെ പിടിച്ച് ബൂർഷാ മുതലാളിത്തം അന്ന് മുറിയിൽ പൂട്ടിയിട്ട് പാട്ടെഴുതിച്ചപ്പോൾ സർഗാത്മകതയുടെ പ്രതിഷേധ സമര സങ്കല്പത്തിൽ നിന്നും ആ സർഗപ്രതിഭ തൻ്റെ തൂലിക കൊണ്ട് പ്രതിഷേധിച്ചതാ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ എന്ന് തുടങ്ങുന്ന പാട്ട്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നേരെ തല തിരിഞ്ഞിങ്ങ് വന്നു.
പാർട്ടിയുടെ അഹങ്കാരം വിളിച്ചൊതുന്ന പാട്ടായി അത് മാറുകയായിരുന്നു. കഷ്ടം. ഇടിവെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെയാ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടോ. പറഞ്ഞു വന്നത് നമ്മുടെ ആ പഴയ കോൾമേർ പാട്ടും പുതിയ ആർഭാട മന്ദിരവും തമ്മിൽ ചേരുമോന്ന് ഒരു സംശയം. ഈ പുതിയ കാലത്ത് നമുക്കൊന്ന് നോക്കാം. ശവകുടീരങ്ങളെ, അയ്യോ മാറിപ്പോയി, ശവകുടീരമല്ല. അല്ലെങ്കിലും അതാ ഇന്നിപ്പോൾ ശരി. ഇന്നിപ്പോൾ പാർട്ടി മന്ദിരങ്ങളൊക്കെ ശവകുടീരങ്ങളായി മാറിപ്പോയല്ലോ. ധീരരക്തസാക്ഷി മണ്ഡപങ്ങളെന്ന്. ആ ഫോട്ടോ ഒന്ന് ഇടണേ. ഏത്? നമ്മുടെ മന്ദിരത്തിൻ്റെ ഫോട്ടോയേ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബലികുടീരങ്ങളെ ഒന്ന് ഇട്ട് നോക്കാം. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ. അതങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ. ഒരു തരം അവിലും കഞ്ഞിയും പോലെ ഇങ്ങനെ മാറിക്കിടക്കുക. നോക്കട്ടെ, ഒന്നുകൂടി ആ ഫോട്ടോ ഒന്നിട്ടെ. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അയ്യോ, സ്മരണകൾ ഇരമ്പും രണസ്മാരകങ്ങളെ. ആ പഴയ സുഖം അങ്ങോട്ട് പോരട്ടാ. എണ്ണയും പച്ചവെള്ളം പോലെ അങ്ങോട്ട് മാറിക്കിടക്കുക. എന്നാലും എൻ്റെ തൊഴിലാളി നേതാക്കളെ, നമ്മൾ ലൈഫ് പദ്ധതിയിൽ ചേരാത്ത ഒരു കൂരയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ട് നെട്ടോട്ട ഓടുന്ന ഒരു പറ്റം പാവപ്പെട്ടവരാ. നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി പാവപ്പെട്ടവൻ്റെ പാർട്ടി കെട്ടിപ്പൊക്കിയ കെട്ടിട സമുച്ചയം ഇപ്പോൾ കേരളത്തിലെ വീടില്ലാത്തവനെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. എന്തൊരു കഷ്ടം നോക്കണേ. വെറും 4 ലക്ഷം മാത്രം മതി കയറിക്കിടക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്. അവർക്ക് സായുജ്യം അടയ്ക്കുക. ഈ 4 ലക്ഷം കിട്ടി അവരെങ്ങനെയെങ്കിലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കും ഒരു കൂര. പക്ഷെ എങ്ങനെയല്ലേ? നമ്മളെ പിരിവ് കഴിഞ്ഞിട്ട് വേണ്ടേ? ഭരണത്തിൽ കയറുമ്പോൾ അടിമകളായ സഖാക്കന്മാരെ സർക്കാർ വകുപ്പിൽ തന്നെ ഇങ്ങനെ തിരികെ കയറ്റും. എന്നിട്ടോ പാർട്ടി കെട്ടിടത്തിനും ആർഭാടത്തിനും ഇവരെ തന്നെ ഇങ്ങനെ പിഴിയും. കൊടുത്തില്ലെങ്കിലോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞ് തുടർന്നങ്ങോട്ട് നരക പീഡനവും. കഷ്ടം. ആ പഴയ തൊഴിലാളി പാർട്ടി ഇപ്പോൾ ഭൂഷ പാർട്ടിയായി പരിണാമം ശ്രദ്ധിച്ചത് ആരും അറിഞ്ഞില്ല സഖാക്കളെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നേരിട്ട് പിണുങ്ങാൻ പറ്റാഞ്ഞിട്ട് മകളെ മുൻനിർത്തി ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. ഇങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാത്മഹത എന്ന കൃഷ്ണൻ്റെ മൂവ്മെൻറ്റ് പോലെ. പക്ഷേ പണിപ്പാളി. ആ പഹയൻ കുഴൽനാടൻ വീടുന്ന മട്ടില്ല കേട്ടോ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈടിയും പേടിയുമായി മുഖ്യം വിഴിഞ്ഞത്തേക്ക് ചേട്ടൻ ബാബിയെ ക്ഷണിച്ച് കുടുംബസമേതം കുമ്പിടാനിരുന്നപ്പോഴാണ് ഇടിവെട്ടിയോൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അടുത്ത വിവാദവും പൊക്കി കോൺഗ്രസ് വന്നത്. എന്താ ചെയ്യല്ലേ? എല്ലാറ്റിനും ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു നെഗറ്റീവ് അതിന്റെ കൂറപ്പുറപ്പായിട്ട് തന്നെയുണ്ട്. അതൊക്കെ പോട്ടെ. ഇനി ഈ പാവപ്പെട്ട സഖാക്കന്മാർ തലസ്ഥാന നഗരം സന്ദർശിച്ചാൽ കയറി കിടക്കാൻ ഒരു കൂരയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു തറവാട് പഴയ AKG സെൻറ്ററിനടുത്ത് കിടക്കാനും പെടുക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു കെട്ടിടം ഉയർന്നു വന്നിരിക്കുക. നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നത്. കയറി അങ്ങോട്ട് ചെന്നാട്ടെ. പക്ഷേ കടക്ക് പുറത്ത് എന്ന് കേൾക്കാതിരുന്ന ഭാഗ്യം. പാർട്ടി ഇപ്പോൾ പിണറായി പിടിയിലാണ്. സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ വെറും തീപ്പെട്ടിക്കമ്പ് മാത്രം. AKG മന്ദിരം മാറ്റി PV മന്ദിരം എന്നാക്കാനാണ് ഇപ്പോൾ തീരുമാനം എന്നാ തോന്നുന്നത്. ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.